എന്റെ മോനോട് വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട് ഈ അമ്മയ്ക്ക്. എന്താണെങ്കിലും എന്റെ അമ്മയ്ക്ക് ഈ മോനോട് പറയാമല്ലോ. അമ്മ പറയേ. മോനെ, ഈ കല്യാണ വീട്ടില് വലിയ ഒരു കുറവ് സംഭവിച്ചതായി ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്രയും വേഗം എന്റെ മോൻ ആ കുറവ് പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഈ വീട്ടുകാർ വിരുന്നുകാരുടെ മുന്നിൽ അപമാനിതരാകും. ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന കുറവ് എന്താണെന്ന് ഇവിടെ വീഞ്ഞു തീർന്നിരിക്കുന്നു. സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. ഒന്ന് വേഗം അവിടേക്ക് വരാമോ? എന്താ? ഗൃഹനാഥ ജസിയ ഭയങ്കര കരച്ചിലാണ്. ഹാബാനും മണവാളനും ഒന്നും മിണ്ടാതെ വിഷമിച്ച് അവിടെ ഇരിപ്പുണ്ട്. നീ അവരോട് സംസാരിക്കണം. ഈ കല്യാണ വീട്ടില് പെട്ടെന്ന് വീഞ്ഞ് തീർന്നു പോയതാണ് ഇതിനൊക്കെ കാരണം. ആരും വിഷമിക്കണ്ട. എല്ലാത്തിനും പരിഹാരമായവൻ ഈ കല്യാണ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന വലിയ കുറവിന് പരിഹാരം കാണാൻ പോകുന്നു. നീ എന്തൊക്കെയാ മേരി പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം സാവധാനം മനസ്സിലാവും. അതിനു മുമ്പ് ഇവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. നിന്റെ അമ്മ പറഞ്ഞത് നീ പറയുന്നത് പോലെ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക. യോനാസേ, തോബിയാസേ, സീലാസേ, ശുദ്ധീകരണത്തിനായി വെള്ളം നിറയ്ക്കാറുള്ള കൽഭരണികളെല്ലാം വേഗം നിറയ്ക്ക്, വേഗം. ഭരണികളിലെല്ലാം വെള്ളം നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോപ്പായി പോയി, കണക്ഷൻ പോയി. ഇനി അത് പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലും. എന്താ എന്താ ഇവിടെ സംഭവിച്ചത്? നീ പറഞ്ഞു ഇവൻ പറയുന്നത് അനുസരിക്കാൻ. ഇവൻ പറഞ്ഞു ഈ കുളങ്ങളിലെല്ലാം വെള്ളം നിറയ്ക്കാൻ. ഞങ്ങളങ്ങനെ ചെയ്തു. അപ്പോൾ ഇവൻ പറയുന്നു അത് പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലാൻ. അല്ലെങ്കിൽ തന്നെ കലവറക്കാരൻ വീഞ്ഞു തീർന്നതിന്റെ സങ്കടത്തിലും ദേഷ്യത്തിലുമാണ്. ഇനി ഇവിടെ എന്താണാവോ സംഭവിക്കുന്നത്? ഹാമാൻ, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവെന്നോ? അതെ, ഈ കുടത്തിലെ വീഞ്ഞ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്രയേറെ വീര്യമുള്ള വീഞ്ഞ് ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. ഈ വീഞ്ഞ് നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? പറയൂ.
കാര്യം ഈ മേരി തന്റെ മകൻ യേശുവിനെ അറിയിക്കുകയും അവൻ പറഞ്ഞതിൻ പ്രകാരം ഞങ്ങൾ ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും ചെയ്തു. ഇതെന്തിനു വേണ്ടിയാണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കൽഭരണികളിലെ വെള്ളം വീഞ്ഞായി മാറുന്ന കാഴ്ച കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കവേ ഇവൻ പറഞ്ഞു, അത് പകർന്ന് കലവറക്കാരനടുത്ത് കൊണ്ടുചെല്ലാൻ. ഓ, എന്തൊരത്ഭുതം! എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്തായാലും ഈ വീഞ്ഞിത്തിരി എനിക്കും കുടിക്കണം. അമ്മ മേരി പറഞ്ഞതനുസരിച്ച് പുത്രൻ യേശു ഈ കല്യാണ വീട്ടിലെ വീഞ്ഞിന്റെ കുറവ് പരിഹരിച്ചിരിക്കുന്നു. മേരി, നിന്റെ പുത്രൻ യേശു ഒരു വലിയ അപമാനത്തിൽ നിന്നാണ് ഈ കുടുംബത്തെ രക്ഷിച്ചത്. ഈ നിമിഷം മുതൽ നിന്റെ പുത്രന്റെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിൽ ചെയ്ത ഈ അത്ഭുതം. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി.